Good morning, children. How are you? Today we shall start our English class. Our lesson's name is These, Those. These, Those. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ അല്ലേ, ലാസ്റ്റ് ക്ലാസ്സിൽ. Which lesson? This, that. THIS, this. THAT, that. What's the meaning? This for near, that for far. This is the plural of this. What's the meaning of this? ഇത് അല്ലേ. These spelling THESE, these, ഇവ. അപ്പോൾ ദിസിൻ്റെ ബഹുവചനമാണ് these. Those is the plural of that. THOSE, those. ഓക്കെ, മറന്നില്ലല്ലോ ദിസും ദാറ്റൊക്കെ അല്ലേ. ദിസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചത്? ദിസ്, ഇത്. അടുത്തുള്ളതിനെ കാണിച്ചാൽ നമ്മൾ ഇത് എന്ന് ചോദിക്കുക അല്ലേ. അകലെയുള്ളതിനാണ് എന്ത് കാണിക്കുക? ദാറ്റ് എന്ന് പറയുക അല്ലേ. അപ്പം അടുത്തുള്ള ഇത് ഒന്നിനെ കാണിച്ചാണ് നമ്മൾ ദിസ് എന്ന് പറഞ്ഞത്. ഒന്നിൽ കൂടുതലാണെങ്കിൽ ബഹുവചനായില്ലേ, പ്ലൂരലായി അല്ലേ. അപ്പോൾ ഇവ എന്ന് പറയും. പിന്നെ അകലെയുള്ള ഒന്നിനെ കാണിച്ചാണ് നമ്മൾ ദാറ്റ് എന്ന് ഉപയോഗിച്ചത് അല്ലേ. ദാറ്റ്, അത്. അപ്പം അതിൻ്റെ ബഹുവചന നമുക്ക് പ്ലൂരലാണ് ദോസ്, അവ. മീനിങ് സെയിം തന്നെയാണ്. മീനിങ് ഇസ് ദ സെയിം. ദീസ് ഫോർ നിയർ, ദോസ് ഫോർ ഫാർ. ദീസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെ കാണിച്ചാൽ നമ്മൾ ദീസ്, ഇവ എന്താണ്, വാട്ട് ആർ ദീസ് എന്നൊക്കെ ചോദിക്കും. ഇവ എന്താണ്. അകലെയുള്ളതിനെ കാണിച്ചാൽ നമ്മൾ എന്ത് പറയുക? വാട്ട് ആർ ദോസ്, അവ എന്താണ്. അപ്പം ആൻസറും എന്തിൽ തുടങ്ങും? വാട്ട് ആർ ദീസ് എന്നാണെങ്കിൽ ദീസ് ആർ. ഇനി എന്താ സാധനമെങ്കിൽ അത് ഉത്തരം പറയണം. ഇതെന്താണ്, ഇവ എന്താണ്. ഇതെന്താണെന്നല്ല, ഇവ എന്താണ്. ദെൻ അവ എന്താണെന്നങ്ങനെ വാട്ട് ആർ ദോസ്. അകലെയുള്ള ചൂണ്ടിക്കാണിച്ച് ചോദിക്കണം അവ എന്താണ്. അടുത്തുള്ളതിനെ അവ എന്ന് പറയില്ലല്ലോ. അകലെയുള്ളതല്ലേ നമ്മൾ അവ എന്ന് പറയുക, അത് എന്നൊക്കെ പറയും. അത് തന്നെ. അപ്പോൾ ദീസ് ഫോർ നിയർ, ദോസ് ഫോർ ഫാർ. സ്പെല്ലിംഗ് ഈസ് ദീസ്. THESE, these. THOSE, those. THESE, these is plural of this. Thisൻ്റെ ബഹുവചനാണ് these. THOSE, those. Those is the plural of that. അത്, that, അത്. അതിൻ്റെ ബഹുവചനാണ് അവ. These means നിയർ. ദീസ് പറഞ്ഞാൽ അടുത്തുള്ളതിനെയാണ് ദീസ് എന്ന് പറയും. ദോസ് മീൻസ് ഫാർ. ദോസ് പറഞ്ഞാൽ അകലെയുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലും പറയുന്ന ഉത്തരത്തിലൊക്കെ ദീസ് എന്നും ദോസ് എന്നും ഉണ്ടാകും. അത്രയാണ്, വെരി സിമ്പിൾ. ഓക്കെ. അപ്പോൾ അടുത്തുള്ളതിനെ നമ്മൾ അടുത്തുള്ളവ ഇവ എന്ന് കാണിക്കാൻ ദീസ് ഉപയോഗിക്കുന്നു. അവ എന്ന് എന്തിനുപയോഗിക്കുന്നു? ദോസ്, അകലെയുള്ളത് അല്ലേ. ഇപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. യെസ്. അടുത്ത് പിടിച്ചു. വാട്ട് ആർ ദീസ്. വാട്ട് ആർ ദീസ്? ദീസ് ആർ ബനാനാസ് അല്ലേ. അടുത്ത് പിടിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ദീസ് ആർ ബനാനാസ്. അപ്പം എല്ലാത്തിൻ്റെ കൂടെ ദീസിൻ്റെ സ്പെല്ലിംഗ് മറക്കട്ടെ. THESE, ദീസ്. ബനാനാസ് എന്നാണ് BANANA അല്ലേ. യെസ്, BANANAS, ബനാനാസ്. ഇവ എന്താണ്? ഇവ എന്താണ്? ഇവ പഴങ്ങളാണ്, ഏത്തപ്പഴമാണ് അല്ലേ. വാട്ട് ആർ ദീസ്? ദീസ് ആർ ബനാനാസ്. ആൻസർ അല്ലേ. ദീസ് ആർ ബനാനാസ്. നമുക്ക് അതെന്താണ് ചോദിക്കണം അല്ലേ. ഇതെന്താണ്? വാട്ട് പിക്ചർ ഈസ് ദിസ്? മാംഗോസ് അല്ലേ. MANGOES, മാംഗോസ് കേട്ടോ. മാങ്ങകളാണ് അല്ലേ. മറ്റേതെന്തായിരുന്നു? പഴങ്ങളായിരുന്നു അല്ലേ. പഴം തന്നിട്ടില്ലേ.
പച്ചയോ അത് പഴുക്കാത്ത പച്ച ചെറുതാവുമ്പോൾ പച്ച കളറിലായിരിക്കും, ഗ്രീൻ കളറിൽ, പഴുത്ത യെല്ലോ കളറിലാണ് അല്ലേ. നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റിയാണ് അല്ലേ. പ്ലാന്റേൻ ഉണ്ടാകുന്നതാണ് അല്ലേ. ബനാന ട്രീയിലാണ് ഉണ്ടാവുന്നത് അല്ലേ. കൊലയായിട്ടാണ് ഉണ്ടാവുക അല്ലേ. വലിയൊരു കൊലയിലാണ് ചെറുപ്പായിട്ട് ഉണ്ടാവുക അല്ലേ. ഇത് മാംഗോ അല്ലേ. ഇത് വലിയ മരത്തിൽ മാംഗോ ട്രീയിലാണ് ഉണ്ടാവുന്നത് അല്ലേ. ചെറുതാവുമ്പോൾ പച്ചയായിരിക്കും, പിന്നെ പഴുത്താൽ അത് പലതരത്തിൽ ഉപയോഗിക്കും. മാംഗോ ഈസ് അവർ നാഷണൽ ഫ്രൂട്ടാണ്. ഒരു ബിഗ് സീഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പോൾ ഇത് മാംഗോസാണ്, പഴങ്ങളാണ്. ഇത് നമ്മൾ ഇനി അകലെ പിടിച്ചാൽ ചോദിക്കുന്നത്. എന്ന് ചോദിക്കുന്നത് എങ്ങനെ? അകലെ പിടിച്ച് ചോദിക്കുമ്പോൾ ചൂണ്ടി കാണിച്ച് ചോദിക്കില്ല. എന്താണ്? വാട്ട് ആർ ദോസ് അല്ലേ. വാട്ട് ആർ ദോസ്. അപ്പം എന്താ ആൻസർ പറയുക? ചൂണ്ടി കാണിച്ച് പറയുമ്പോൾ ദോസ് ആർ മാംഗോസ്. എന്താണ്? ദോസ് ആർ മാംഗോസ്. അവ മാങ്ങകളാണ് അല്ലേ. അവ മാങ്ങകളാണ്. ചോദിക്കട്ടെ, വാട്ട് ആർ ദീസ്. ഇവ എന്താണ് എന്ന് ചോദിക്കുക. വാട്ട് ആർ ദീസ്. ഇതെന്താണ്? ആപ്പിൾസ് അല്ലേ. APPLES ആപ്പിൾസ് അല്ലേ. നല്ല ഫ്രൂട്ടാണല്ലേ. നല്ല വിറ്റാമിനുള്ള ഫ്രൂട്ട് തന്നെ അല്ലേ. ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് എന്നും ഓരോ ആപ്പിൾ കഴിച്ചാൽ നമുക്ക് ഡോക്ടറെ അകറ്റാമെന്നൊക്കെയാണ് പറയുക അല്ലേ. അത് റെഡിഷ് ഫ്രൂട്ടാണ്. അപ്പോൾ എന്താണ് ഇവ എന്താണെന്ന് ചോദിക്കുക. വാട്ട് ആർ ദീസ്. ഇവ ആപ്പിൾസ് ആണെന്ന് എങ്ങനെ പറയുക? ദീസ് ആർ ആപ്പിൾസ്. എന്താ പറയുക? ദീസ് ആർ ആപ്പിൾസ്. ഇവ ആപ്പിളുകളാണ് അല്ലേ. ദീസ് ആർ ആപ്പിൾസ്. അപ്പോൾ ഇവ എന്നുള്ള എന്താണ് ഉപയോഗിക്കുക? ഇവ എന്നുള്ളതിന് ദീസ്. വാട്ട് പിക്ചർ ഈസ് ദീസ്? ഓറഞ്ചസ് അല്ലേ. ഓറഞ്ചസ് അല്ലേ. കളറും പേരും ഒരേപോലെ, നല്ല ടേസ്റ്റി അല്ലേ. അല്ലിയായിട്ടുണ്ടാവും. ഇത് നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്, വൈറ്റമിൻ ഫ്രൂട്ട് തന്നെയാണ്. നമുക്ക് വെള്ളത്തിൽ ദാഹിക്കുമ്പോൾ ഇത് കഴിച്ച ദാഹമൊക്കെ നിൽക്കും അല്ലേ. എന്താണ് സ്പെല്ലിങ്? ORANGS. ഓറഞ്ചസ്. ഒന്നിൽ കൂടുതലുണ്ടല്ലേ, പ്ലൂരലാണ്, അതുകൊണ്ടാണ് ഓറഞ്ചസ് അല്ലേ. പിന്നെ നല്ല തൊലിയും പിന്നെ ഔഷധ ഗുണമുള്ളതാണ് അല്ലേ. അല്ലി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്കിപ്പോൾ ഇനി ഇതാണ് അവ എന്താണെന്ന് ചോദിക്കണം. അകലേക്ക് പിടിച്ച് നമുക്ക് ചോദിക്കണം എന്താണ് അവ എന്താണെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുക. വാട്ട് ആർ ദോസ് അല്ലേ. വാട്ട് ആർ ദോസ്. അപ്പോൾ അവ എന്താണ്? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ദോസ് ആർ ഓറഞ്ചസ്. എന്താണ്? ദോസ് ആർ ഓറഞ്ചസ് അല്ലേ. അവ ഓറഞ്ചുകളാണ് അല്ലേ. അപ്പോൾ ദോസ് എന്ന് പറഞ്ഞാൽ അവ അല്ലേ. വാട്ട് പിക്ചർ ഈസ് ദിസ്? വാട്ട് പിക്ചർ ഈസ് ദിസ്? ഇപ്പോൾ മുറിച്ചിട്ടേ ഉള്ളൂ അല്ലേ. ന്യൂ ഇയറിനും അല്ലേ, ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ കേക്ക്സ് അല്ലേ. CAKES കേക്ക്സ് സ്പെല്ലിങ് കേട്ടോ. അപ്പോൾ കേക്ക് മുറിച്ചില്ല എല്ലാവരും ന്യൂ ഇയറിനും അല്ലേ. ബർത്ത്ഡേ കേക്കാണല്ലേ. ക്യാനിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് അല്ലേ. പലതരം കേക്കുകളുണ്ട് അല്ലേ. പ്ലം കേക്ക് ഉണ്ട് അല്ലേ, ക്രീം കേക്ക് ഉണ്ട്. ഇപ്പം മുറിച്ചേ ഉള്ളൂ അല്ലേ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ. അപ്പോൾ നമ്മൾ ഇതെന്താണ് നമുക്ക് ചോദിക്കുക. ഇവ എന്താണെന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദീസ് അല്ലേ. വാട്ട് ആർ ദീസ്. അപ്പം എന്തായിരിക്കും ആൻസർ? ദീസ് ആർ കേക്ക്സ്. എന്താണ്? ദീസ് ആർ കേക്ക്സ് അല്ലേ. ഇവ കേക്കുകളാണ്. ദീസ് ആർ കേക്ക്സ്. ഇവ കേക്കുകളാണ്. വാട്ട് പിക്ചർ ഈസ് ദീസ്? ഇതെന്താണ്? ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ. ബിസ്ക്കറ്റുകളാണ്. തോന്നുന്നുണ്ടോ? കറുത്ത ബിസ്ക്കറ്റും കവറിനുള്ളിലാണ് ബിസ്ക്കറ്റ്സ്. ഇത് ബിസ്ക്കറ്റ്സിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BISCUITS ബിസ്ക്കറ്റ്സ്. നമുക്ക് അവ എന്താണ് ചോദിക്കണം. അകലെ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ വാട്ട് ആർ ദോസ്. എന്താണ്? വാട്ട് ആർ ദോസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദോസ് ആർ ബിസ്ക്കറ്റ്സ്. എന്താണ്? ദോസ് ആർ ബിസ്ക്കറ്റ്സ് അല്ലേ. ചൂണ്ടി പിടിക്കുന്നത് അകലേക്ക് ചൂണ്ടി കാണിച്ചാൽ ദോസ് ആർ ബിസ്ക്കറ്റ്സ്. അങ്ങനെ പറയുന്ന അർത്ഥം ദോസ് ആർ ബിസ്ക്കറ്റ്സ് പറയുന്ന അർത്ഥം അവ ബിസ്ക്കറ്റുകളാണ് അല്ലേ. കഴിച്ചില്ലേ, പലതരം ബിസ്ക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അവ ബിസ്ക്കറ്റുകളാണെന്ന് എങ്ങനെ പറയുക? ദോസ് ആർ ബിസ്ക്കറ്റ്സ്. വാട്ട് പിക്ചർ ഈസ് ദിസ്? നിങ്ങൾ എഴുതാൻ ഉപയോഗിക്കാറില്ലേ? എഴുതാൻ ഉപയോഗിക്കുന്നതല്ലേ ഇത്? റൈറ്റിംഗ് മെറ്റീരിയലാണല്ലേ എഴുതാൻ ഉപയോഗിക്കുക. ചെത്തി മിനുക്കിയിട്ട് അല്ലേ. പല പെൻസിലുകളും പലതരം ഉണ്ട്, പല റേറ്റിലുണ്ട്. 2B ഉണ്ട്, 5B ഉണ്ട്, 10B ഉണ്ട് അല്ലേ. ഇത് പെൻസിൽസാണ് അല്ലേ. പലതരം പെൻസിലുകളുണ്ട്. ഡ്രോയിങ് പെൻസിലുണ്ട് അല്ലേ, ഗ്ലാസ് പെൻസിലുണ്ട്, ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുണ്ട്, ഐബ്രോ പെൻസിലുണ്ട് അല്ലേ. പലതരം പെൻസിലുകളുണ്ട്. സ്പെല്ലിംഗ് എന്താ നോക്കൂ. എന്താണ് സ്പെല്ലിംഗ്?
PNCILS പെൻസിൽസ് അല്ലേ, പെൻസിൽസ്. അപ്പോൾ ഇവ എന്താണെന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദീസ് അല്ലേ, വാട്ട് ആർ ദീസ്. അപ്പോൾ ആൻസർ എന്താണ്? ദീസ് ആർ പെൻസിൽസ്. എന്താണ്? ദീസ് ആർ പെൻസിൽസ്. ഇവ പെൻസിലുകളാണ്. വാട്ട് ആർ ദീസ്? ദീസ് ആർ പെൻസിൽസ്. സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം അതിൻ്റെ ഒപ്പട്ടോ. വാട്ട് പിക്ചർ ഈസ് ദീസ്? എന്താണ്? ബുക്സ് ആണല്ലേ, പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ സ്പെല്ലിംഗ് എന്താണ്? BOOKS, BOOKS, ബുക്സ്, പുസ്തകങ്ങൾ. കണ്ടില്ലേ, പുസ്തകങ്ങളാണ്. അപ്പോൾ നമുക്ക് അകലേക്ക് പിടിച്ചിട്ട് അവ എന്താണെന്ന് ചോദിക്കണം. അവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? അവ എന്താണെന്ന് വാട്ട് ആർ ദോസ്, വാട്ട് ആർ ദോസ്. വാട്ട് ദ ആൻസർ? ദോസ് ആർ ബുക്സ്. എന്താണ്? ദോസ് ആർ ബുക്സ്. അവ പുസ്തകങ്ങളാണ്. അപ്പോൾ അവ എന്താണെന്ന് തന്നെ ചോദിക്കുക. വാട്ട് ആർ ദോസ്? അവ പുസ്തകങ്ങളാണ് അല്ലേ. ദോസ് ആർ ബുക്സ്. ഇതെന്താണ്? കപ്സ് അല്ലേ, കപ്സ്. പുസ്തകത്തിൻ്റെ കാര്യം പിന്നെ അധികം പറഞ്ഞില്ലല്ലേ. പുസ്തകം നിങ്ങൾക്ക് അറിയാമല്ലേ, വായിക്കാനുള്ളതാണ്. ചിത്രങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്, എഴുതാനുള്ള പുസ്തകങ്ങളുണ്ടല്ലേ, പലതരം പുസ്തകങ്ങളുണ്ട്. നമുക്ക് അറിവ് കിട്ടാനുള്ളതാണ് പുസ്തകങ്ങൾ അല്ലേ. അപ്പോൾ പുസ്തകത്തെ കുറിച്ചിട്ട് അറിയാലോ അല്ലേ. പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, എഴുതാനുള്ള പുസ്തകങ്ങളുണ്ട് അല്ലേ, ചിത്രങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്, കാർട്ടൂൺ പുസ്തകം അല്ലേ, കുട്ടികൾക്ക് കോമിക്സ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങളുണ്ട്, പാട്ടുപുസ്തകങ്ങളിലെ പുസ്തകങ്ങൾ അനവധിയാണ്. നമുക്ക് നോക്കാം. എന്താണ്? കപ്സ് അല്ലേ. കപ്പിൽ ചായ കുടിക്കാറില്ലേ നിങ്ങൾ? വെള്ളം കുടിക്കാനും കാപ്പി കുടിക്കാനും ഉപയോഗിക്കും അല്ലേ, കപ്സ്. സ്പെല്ലിംഗ് എന്താണ്? CUPS, കപ്സ് അല്ലേ, കപ്പുകൾ. അപ്പോൾ ഇവ എന്താണെന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? യെസ്, വാട്ട് ആർ ദീസ് അങ്ങനെ ചോദിക്കുക. ഇവ എന്താണെന്ന് ചോദിക്കുക. വാട്ട് ആർ ദീസ്. വാട്ട് ആർ ദീസ് പറഞ്ഞ അർത്ഥം ഇവ എന്താണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദീസ് ആർ കപ്സ്. എന്താണ്? ദീസ് ആർ കപ്സ്. ദീസ് ആർ കപ്സ് അല്ലേ. ഇവ കപ്പുകളാണ്. വാട്ട് പിക്ചർ ഈസ് ദിസ്? എന്തിൻ്റെ ചിത്രമാണെന്ന് അറിയാമോ? വാട്ട് പിക്ചർ ഈസ് ദിസ്? ഇത് പ്ലേറ്റുകളാണ്. പ്ലേറ്റ്സ് ആണല്ലേ, പാത്രങ്ങളല്ലേ. സ്പെല്ലിംഗ് നോക്കൂ. PLATES, പ്ലേറ്റ്സ്. എന്താണ്? PLATES, പ്ലേറ്റ്സ്. പലതരം പ്ലേറ്റുകളുണ്ട് അല്ലേ. പൊട്ടണ പ്ലേറ്റുകളുണ്ട്, അലുമിനിയം പ്ലേറ്റുകളുണ്ട് അല്ലേ, പിന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളുണ്ട് അല്ലേ, ലോഹ പ്ലേറ്റുകളുണ്ട് അല്ലേ, പലതരം പ്ലേറ്റുകളുണ്ട്. നിങ്ങൾ എങ്ങനത്തെ പ്ലേറ്റിലാണ് ഭക്ഷണം കഴിക്കുക? ഭക്ഷണം കഴിക്കുക അതിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ അല്ലേ. നമുക്ക് ഈ പ്ലേറ്റ് അവ എന്താണെന്ന് ചോദിക്കണം. അവ എന്താണ് നമ്മൾ എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദോസ്. എന്താ ചോദിക്കുക? വാട്ട് ആർ ദോസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദോസ് ആർ പ്ലേറ്റ്സ്. എന്താണ്? ദോസ് ആർ പ്ലേറ്റ്സ്. അവ പ്ലേറ്റുകളാണ്. വാട്ട് ആർ ദോസ്? അവ പ്ലേറ്റുകളാണ്. ഇനി നിങ്ങൾ ദീസ് ആണോ ദോസ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദോസ് അല്ലേ. ഇവ എന്താണെന്ന് ചോദിക്കുക? വാട്ട് ആർ ദീസ് അല്ലേ. വാട്ട് ആർ ദീസ് പറഞ്ഞാൽ ഇവ എന്താണ്. അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെ തുടങ്ങും? ദീസ് ആർ എന്ന് വെച്ച് തുടങ്ങും അല്ലേ. അവ എന്താണെന്ന് ചോദിക്കും? വാട്ട് ആർ ദോസ്. അപ്പോൾ ആൻസർ എങ്ങനെ തുടങ്ങുക? ദോസ് ആർ എന്ന് തുടങ്ങണം. ഇനിയിപ്പോൾ അങ്ങനത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് മനസ്സിലായില്ലേ എങ്ങനെ ദോസും ദീസൊക്കെ ഉപയോഗിക്കുക എന്ന് അല്ലേ. അടുത്തുള്ളതിനെയാണ് എന്ത് ഉപയോഗിക്കുക? ദീസ് ഉപയോഗിക്കുക. അകലുള്ളതിന് എന്ത് ഉപയോഗിക്കുക? ദോസ് ഉപയോഗിക്കുക അല്ലേ. ഇനി ദീസാണോ ദോസാണോ നിങ്ങൾ പറയണം. ഓക്കെ. അപ്പോൾ വാട്ട് പിക്ചർ ഈസ് ദിസ്? യെസ്, അംബ്രലാസ് അല്ലേ. അംബ്രല, കുട. വെയിലത്തും മഴയത്തൊക്കെ ഉപയോഗിക്കാം. മഴയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ അംബ്രലാസ്. പലതരം കുടകളുണ്ടല്ലേ. മറ്റേത് ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല വർണ്ണത്തിലുണ്ട്, വിവിധ വർണ്ണങ്ങളിലുണ്ട് അല്ലേ. മടക്കാൻ പറ്റണത് 2 2 ഫോൾഡർ ഉണ്ട്, 3 ഫോൾഡർ ഉണ്ട് അല്ലേ. PP ഉള്ള കുടകൾ, പലതരം കുടകളുണ്ട് അല്ലേ. സ്പെല്ലിംഗ് എന്താണ്? UMBRELLAS അല്ലേ. UMBRELLAS എന്നും പറയാം അല്ലേ. അംബ്രലാസ് എന്ന് പറഞ്ഞാൽ കുടകൾ അല്ലേ, അംബ്രലാസ്. അപ്പോൾ ഇവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? ഇവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? ദിസ് ആണോ ദോസാണോ ഉപയോഗിക്കുക? യെസ്, വാട്ട് ആർ ദീസ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദീസ് ആർ അംബ്രലാസ്. അപ്പോൾ ദീസ് ആണ് ഉപയോഗിക്കുക അല്ലേ. ഇവ എന്താണ്? ഇവ കുടകളാണെന്ന് എങ്ങനെ പറയുക? ദീസ് ആർ അംബ്രലാസ് അല്ലേ. ഇവ കുടകളാണ്. ഇവ കുടകളാണെന്ന് എങ്ങനെ പറയുക? ദീസ് ആർ അംബ്രലാസ്. വാട്ട് പിക്ചർ ഈസ് ദിസ്? കാഴ്സാണ് അല്ലേ. കാറ് അല്ലേ, പെട്രോൾ ഓടിച്ച് ഓടിക്കുന്ന വാഹനം അല്ലേ. കുറച്ച് ആൾക്കാർക്ക് വളരെ വേഗത്തിൽ പോകാനായിട്ട് പറ്റും
ഒരു കരയിലൂടെ പോകുന്ന വാഹനം അല്ലേ, കാറുകൾ അല്ലേ, കുറേ എണ്ണം ഉണ്ട്, അതുകൊണ്ട് കാറുകളായി അല്ലേ. എന്ന് ചോദിക്കട്ടെ, അവ കാറുകളാണെന്ന് എങ്ങനെ പറയുക? അവ കാറുകളാണെന്ന് എങ്ങനെ പറയുക? ദീസാണോ ദോസാണോ ഉപയോഗിക്കുക? യെസ്, ദോസ് അല്ലേ. ദോസ് ആർ കാർസ്. എന്താ ഉപയോഗിക്കുക? ദോസ് ആർ കാർസ് അല്ലേ. വാട്ട് ആർ ദോസ് എന്ന് ചോദിച്ചാൽ ദോസ് ആർ കാർസ്. അവ എന്താണ്? അവ കാറുകൾ ആണ് അല്ലേ. അപ്പോൾ ദോസ് ഉപയോഗിക്കും അല്ലേ. വാട്ട് പിക്ചർ ഈസ് ദിസ്? എന്താണ്? ആൻസ് ആണ് അല്ലേ. ആൻസ്, ഉറുമ്പുകൾ അല്ലേ. പലതരം ഉറുമ്പുകളുണ്ട്. ചോണനുറുമ്പുണ്ട്, കട്ടുറുമ്പുണ്ട് അല്ലേ, പൂന്നുറുമ്പുണ്ട് അല്ലേ, കടിയുറുമ്പുണ്ട്, തേനുറുമ്പുണ്ട് അല്ലേ, പുളിയുറുമ്പുണ്ട്, അങ്ങനെ പലതരം ഉറുമ്പുകളുണ്ട് അല്ലേ. അപ്പോൾ സ്പെല്ലിംഗ് എന്താണ്? ANTS ആൻസ്, ഉറുമ്പുകൾ. അപ്പോൾ ഇവ എന്താണെന്ന് തന്നെ ചോദിക്കുക. വാട്ട് ആർ ദീസ്? അപ്പോൾ ഇവ ഉറുമ്പുകളാണെന്ന് എങ്ങനെ പറയുക? ദീസ് ആർ ആൻസ്. എങ്ങനെ പറയുക? ദീസ് ആർ ആൻസ്. എന്താ പറയുക? ദീസ് ആർ ആൻസ്. ഇവ ഉറുമ്പുകളാണ്. ദീസ് ആർ ആൻസ് എന്ന് പറയും അല്ലേ. വാട്ട് പിക്ചർ ഈസ് ദീസ്? യെസ്, എലിഫൻസ് അല്ലേ. എന്താ എലിഫൻസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ELEPHANTS. ELEPHANTS. എലിഫൻസ്. എലിഫൻസ് പറഞ്ഞാൽ ആനകൾ, കറുത്ത ആനകൾ അല്ലേ. വെളുത്ത ആന ഉണ്ടത് കഥയിലുണ്ട് അല്ലേ. ഐരാവതേന്ദ്രൻ്റെ ആനയ്ക്ക് വെളുത്ത നിറാണെന്നാണ് പറയുന്നത് അല്ലേ. ആനകൾ പലതരം ഉണ്ടല്ലേ. ഇന്ത്യൻ ആന ഉണ്ട്, ഏഷ്യൻ ആന ഉണ്ട്, ആഫ്രിക്കൻ ആന ഉണ്ട് അല്ലേ, പിഗ്മി ആനകളുണ്ട് അല്ലേ, കുങ്കി ആനകൾ, പലതരം ആനകളുണ്ടല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് അകലേക്ക് പിടിക്കുകയാണ്. അപ്പം എന്താ ചോദിക്കുക? ദീസ് എന്നാണ് ദോസ് എന്നാണ് അകലേക്ക് തന്നെ ചോദിക്കുക. ദോസ് എന്നാണല്ലേ. ഇപ്പോൾ വാട്ട് ആർ ദോസ് എന്ന് വെച്ചാൽ ആൻസർ എന്തായിരിക്കും? ദോസ് ആർ എലിഫൻസ് അല്ലേ. ദോസ് ആർ എലിഫൻസ്. അവ എന്താണ്? ദോസ് ആർ എലിഫൻസ് അല്ലേ. അവ ആനകളാണ്. ദോസ് എന്നാണ് അകലക്കിലേക്ക് ഉപയോഗിക്കുക അല്ലേ. വാട്ട് പിക്ചർ ഈസ് ദിസ്? അണ്ടർസ്റ്റാൻഡ്? ബീസ് ആണ് അല്ലേ. ഈച്ചകളില്ലേ. ബീസാണിത്. ഹണി ബീസും അല്ലേ. ഇവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? ഇവ എന്താണെന്ന്? യെസ്, വാട്ട് ആർ ദീസ്. എന്താ ചോദിക്കുക? വാട്ട് ആർ ദീസ്. അപ്പോൾ ആൻസർ എന്താവും? ദീസ് ആർ ബീസ്. എന്തായിരിക്കും? ദീസ് ആർ ബീസ്. ഇവ എന്താണ്? ഈച്ചകളാണ് അല്ലെ, തേനീച്ചകളാണ് അല്ലെങ്കിൽ ഈച്ചകളാണ് എന്നല്ലേ. ഇവ ഈച്ചകളാണ്. ദീസ് ആർ ബീസ്. സ്പെല്ലിംഗ് എന്താണ്? BEES അല്ലെങ്കിൽ BEES അല്ലേ. ബീസ് അല്ലേ. ഇവ ബീസുകൾ എന്താണ്? ഈച്ചകളാണ് അല്ലെങ്കിൽ തേനീച്ചകളാണ് എന്ന് അർത്ഥം അല്ലേ. വാട്ട് പിക്ചർ ഈസ് ദീസ്? എന്താണ് വാട്ട് പിക്ചർ ഈസ് ദീസ്? ഫ്ലവേഴ്സ് ആണല്ലേ. പൂക്കൾ, പലതരം പൂക്കളാണല്ലേ. പലതരം പൂക്കളാണ്. ഫ്ലവേഴ്സിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? FLOWERS. FLOWERS ഫ്ലവേഴ്സ് അല്ലേ. ഇപ്പോൾ നമുക്ക് അകലെ പിടിക്കുകയാണ്. അകലെ പിടിച്ച് നമ്മൾ എന്താ ചോദിക്കുക? അവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദോസ് അല്ലേ. അപ്പോൾ ആൻസർ എന്താവും? ദോസ് ആർ ഫ്ലവേഴ്സ്. എന്താവും? ദോസ് ആർ ഫ്ലവേഴ്സ്. അവ പൂക്കളാണ്. അവ പൂക്കളാണെന്ന് എങ്ങനെ പറയുക? ദോസ് ആർ ഫ്ലവേഴ്സ് അല്ലേ. വാട്ട് ആർ ദീസ്? ഇതെന്താണ്? യെസ്, മാംഗോസ് അല്ലേ. മാങ്ങകൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. നാഷണൽ ഫ്രൂട്ടാണ്. വൺ സീഡേ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ പച്ചയ്ക്ക് ഉപയോഗിക്കും, പഴുത്തിട്ട് ഉപയോഗിക്കും, പലതരത്തിൽ ഉപയോഗിക്കും, ഉണക്കി ഉപയോഗിക്കും അല്ലേ, കറി വയ്ക്കും, അച്ചാറൊക്കെ എല്ലാം ഉണ്ടല്ലേ മാങ്ങകൾക്ക് അല്ലേ. ഇവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? ഇവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദീസ് അല്ലേ. വാട്ട് ആർ ദീസ്. വാട്ട് ആർ ദീസ് പറഞ്ഞാൽ എന്താർത്ഥം? ഇവ എന്താണ്. അപ്പോൾ ഇവ മാങ്ങകളാണെന്ന് എങ്ങനെ പറയുക? ദീസ് ആർ മാംഗോസ്. എന്താ പറയുക? ദീസ് ആർ മാംഗോസ്. സ്പെല്ലിംഗ് എന്താണ്? MANGOES. MANGOES മാംഗോസ്. ദീസ് ആർ മാംഗോസ്. ഇവ മാങ്ങകളാണ്. വാട്ട് പിക്ചർ ഈസ് ദിസ്? വാട്ട് പിക്ചർ ഈസ് ദിസ്?
വാട്ട് പിക്ചർ? പൈനാപ്പിൾസ് അല്ലേ? എ പ്ലാന്റ് ഓൺ ഇറ്റ്സ് ഫ്രൂട്ട് അല്ലേ? അതൊരു ഫ്രൂട്ടാണ് അല്ലേ? ഇതിൻ്റെ എന്താണ് ഈ ചെടിയുടെ മേത്ത് തന്നെ അതിൻ്റെ പ്ലാന്റ് ഉണ്ട് അല്ലേ? കണ്ടില്ലേ? അതിൻ്റെ മേത്ത് തന്നെ, ആ ചെടിയുടെ മേത്ത് തന്നെ അതിൻ്റെ പഴത്തിൻ്റെ മേത്ത് തന്നെ അതിൻ്റെ ചെടികളുണ്ട് അല്ലേ? മുള്ളായിട്ട് അല്ലേ? കഴിച്ചിട്ടില്ലേ? ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അല്ലേ? എന്താണ്? പൈനാപ്പിൾസ് അല്ലേ? സ്പെല്ലിംഗ് എന്താണ്? PINEAPPLES അല്ലേ? PINEAPPLES പൈനാപ്പിൾസ്. പൈനാപ്പിളുകൾ, കൈതച്ചക്കകൾ അല്ലേ? ഇതിൻ്റെ ഓലയും ഇതിൻ്റെ ഇലയും ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ദൂരത്തേക്ക് പിടിക്കുകയാണ്. നമ്മൾ എന്താണ് ചോദ്യം ചോദിക്കുക? അവ എന്താണെന്ന് ചോദിക്കണം അല്ലേ? അവ എന്താണെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദോസ്? എന്താ ചോദിക്കുക? വാട്ട് ആർ ദോസ്? അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദോസ് ആർ പൈനാപ്പിൾസ്. എന്താണ്? ദോസ് ആർ പൈനാപ്പിൾസ്. അവ പൈനാപ്പിളുകളാണ്. അപ്പോൾ ദീസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ദീസിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? THESE ദീസ്. THESE ദീസ്. THOSE ദോസ്. These means ഇവ. Those means അവ. ഇവ എന്താണെന്ന് ചോദിക്കുക? വാട്ട് ആർ ദീസ്. അവ എന്താണെന്ന് ചോദിക്കുക? വാട്ട് ആർ ദോസ്. മനസ്സിലായില്ലേ? ദീസ് മീൻസ് നിയർ. ദോസ് മീൻസ് ഫാർ. Can you understand? I hope all of you enjoy this lesson. Do you enjoy this? ഓക്കെ. അപ്പോൾ സ്പെല്ലിങ്ങും പഠിക്കണം അല്ലേ? ഒരുപാട് സാധനങ്ങളില്ലേ, വെറൈറ്റി സാധനങ്ങളല്ലേ നമുക്ക് കഴിക്കാനുള്ളതും എഴുതി പഠിക്കാനുള്ളതും ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ദീസ് എന്നും ദോസ് എന്നും എപ്പോഴാണ് ഉപയോഗിക്കുക എന്നാണ്. ദീസ് ഇവ, ദോസ് അവ. അടുത്തുള്ള സാധനങ്ങളെ ചൂണ്ടിയാണ് അടുത്തുള്ള സാധനങ്ങളെ കാണിച്ചാൽ നമ്മൾ എന്ത് പറയുക? ദീസ് എന്ന് പറയുക. അകലെയുള്ളതിന് എന്ത് പറയും? ദോസ് എന്ന് പറയും. ഓക്കെ. Are you understand? Can you understand? ഓക്കെ. ദെൻ ഇനി നന്നായിട്ട് എന്ത് ചെയ്ത് എഴുതി പഠിക്കുകയും വേണം, വായിച്ച് പഠിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ദോസും ദീസും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ ലെസണിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. നൗ we shall wind up the class. Then study well, read the lesson carefully. Then നമുക്ക് ഫില്ല് ചെയ്യാൻ ദോസാണോ ദീസാണോ ഫില്ല് ചെയ്യാനുള്ളൊരു പേജ് ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. ഓക്കെ. Then see you next class. Take care. Bye.